അപ്പം അങ്ങനെ ഇനി എത്രത്തോളം ഇനി ഈ മനുഷ്യൻ എന്ത് പറഞ്ഞാൽ കഴിഞ്ഞില്ല, അത് മലയാളികളില്ലേ ഇത്രയേ ഉള്ളൂ. പിന്നെ വേറെ മെഴുകുന്നവന്മാരങ്ങ് മെഴുകിക്കോ, അത്ര തന്നെ. മെഴുകുന്നവന്മാരങ്ങ് മെഴുകിക്കോ. നമ്മൾ പ്രതികരിക്കാൻ വരും, അല്ലെങ്കിൽ വേറെ എന്തോ ഒരു സംഭവമാക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചൊറിച്ചിലെഴുകുന്നത് ഞാൻ ലാലേട്ടൻ ഫാനാണെന്നൊന്നും ഞാൻ പറയില്ല. ഇതൊരു വിഭാഗം ആൾക്കാരാണ്. ഒരു വിഭാഗം കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരങ്ങ് വന്നിട്ട് ഈ മെഴുകുകയാണ്. അതായത് അവർക്ക് മമ്മൂട്ടി എന്നുള്ളൊരു പേര് കേൾക്കുമ്പോൾ അവർക്ക് ചൊറിച്ചിലിളകും. നമ്മൾ കുറേ നാളായിട്ട് കാത്തിരുന്ന ഒരു ട്രെയിലറാണ് ഇന്ന് വന്നിരിക്കുന്നത്, ടർബോൻ്റെ, നമ്മളെ മമ്മൂക്കാൻ്റെ. ഒരു രക്ഷയില്ല മക്കളെ, ഒരു രക്ഷയില്ലട്ടാ. ഈ മനുഷ്യന് ഇത് എന്ത് ഭാവിച്ചാന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. അതായത് പിന്നെ ചെറുപ്പക്കാരായ നടന്മാരിൽ ഇനി ഏടെങ്കിലും പോയിട്ട് ഒളിക്കേണ്ടിയിരുന്ന എനിക്ക് തോന്നുന്നത്. അത്രമാത്രം പവറോടുകൂടി 73-ാം വയസ്സിൽ ഈ മനുഷ്യൻ എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. അത് ഇന്നത്തെ ഈ ട്രെയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കാത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു സംഭവമാക്കി കളഞ്ഞു എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിനെ പറ്റിയിട്ടുള്ള കുറച്ച് സൂചനകൾ നമുക്ക് മുന്നേ കിട്ടിയിരുന്നു. മമ്മൂക്ക തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രായം പോലും നോക്കാതെ എന്നെ കൊണ്ട് ഒരുപാട് പണിയെടുപ്പിച്ചിട്ടുണ്ട്, അതുമാത്രവുമല്ല എനിക്ക് പല അവസരങ്ങളിൽ ഒരുപാട് പരിക്കേറ്റിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വൈശാഖ് എന്ന് പറയുന്ന സംവിധായകന് വേണ്ടിയിട്ട് മമ്മൂക്ക അങ്ങ് നിന്നു കൊടുക്കുക ചെയ്തത്. വൈശാഖ് പറയുന്ന ഇതാണ്, മമ്മൂക്ക അഭിനയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രായമൊന്നുമില്ല അദ്ദേഹത്തിന്. പ്രായം വെറും ഒരു നമ്പർ മാത്രമാണ്, വെറും ഒരു നമ്പർ. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ മനുഷ്യനങ്ങ് പവറങ്ങ് ആവുകയാണ്. എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ എല്ലാവരും മമ്മൂക്കനെ കണ്ട് പഠിക്കണം. എല്ലാവരും പറയും കുറേ പൈസയുണ്ട്, അതുപോലെ തന്നെ അയാൾക്ക് ഇഷ്ടപ്പെട്ട സാധനം തിന്ന, ഇഷ്ടപ്പെട്ട പോലെ നടക്കുക, ഇതൊന്നും അല്ലടോ. അതായത് മനുഷ്യൻ്റെ മനസ്സും എല്ലാം ശുദ്ധമാക്കി കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഇതുപോലെ നടക്കാൻ കഴിയും. അല്ലാതെ കുറേ നല്ല നല്ല ഫുഡും ജ്യൂസും കുടിച്ചിട്ടല്ല മമ്മൂക്ക ജീവിക്കുന്നത്. മമ്മൂക്ക അത്യാവശ്യം എല്ലാ സാധനവും കഴിക്കുന്നുണ്ട്, പക്ഷെ വളരെ കുറച്ച് കഴിച്ചിട്ട്. ഏതായാലും എല്ലാവരും മമ്മൂക്കയെ കണ്ട് പഠിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് പറയാനുള്ളത്. അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെയിലറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ കണ്ട പ്രതീതിയാണ്. ഈ ട്രെയിലർ കാണുമ്പോൾ തന്നെ ഒരു സിനിമ കണ്ട പ്രതീതിയുണ്ട്. ഈ സിനിമയ്ക്ക് എന്തോ ഉണ്ട്, ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട് എന്ന് നമ്മളോട് പറയുന്ന തരത്തിലുള്ള ഒരു ട്രെയിലറാണ്. പിന്നെ മറ്റേ രാജ്ബി ഷെട്ടീൻ്റെ കാര്യം പറയാനില്ലല്ലോ. എന്താ മനുഷ്യനവിടുന്ന് ഇത്ര പോരേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ണുകൊണ്ടൊരു നോട്ടം നോക്കുമ്പോൾ ആ കണ്ണിലുണ്ട് അയാൾ ആരാണ്, എന്താണ് എന്നൊക്കെ ആ കണ്ണിലുണ്ട് എന്നുള്ളതാണ്. അതൊരു ഭയങ്കര കഴിവ് തന്നെ, ഒരു അപാര കഴിവ് തന്നെയാണ്. ഒരു ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെയാണെങ്കിൽ ആ സിനിമ കണ്ടാൽ എന്തായിരിക്കും ഒരു ഫീല്? ഒരു ഭയങ്കര ജോസേട്ടനാ. ഞാൻ ഇവിടുന്ന് പോകുമ്പോഴെന്നാണ് ഞാനിവിടെ വീണാൽ 10-15 ആൾക്കാർ കൂടി വീഴുന്നു. എമ്മാതിരി പഞ്ച് ഡയലോഗാന്ന്. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആരാന്നറിയില്ലേ? മിഥുൽ മാനുവൽ തോമസ് ആണ്. തൊട്ടതെല്ലാം പൊന്നാക്കിയ വ്യക്തിയാണ്. അതായത് അയാളിപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൽ ഒരു ഭയങ്കര ഒരു സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയെന്ന്. പിന്നെ അവസാനം എഴുതിയത് ഓസ്ലർ എന്ന് പറയുന്ന സിനിമ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് മമ്മൂക്ക അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഈ ഒരു സിനിമയിൽ നിന്ന് പോയിട്ടാണ് അതിൻ്റെ അകത്ത് അഭിനയിച്ചത്. അപ്പോൾ മമ്മൂക്ക അങ്ങനെ ഒരു ചാൻസിൽ അങ്ങനെ ചോദിച്ചിട്ട് അഭിനയിച്ച് വാങ്ങിച്ചതാണെന്നാണ് പറയുന്നത്. ആ ഒരു ഗസ്റ്റ് റോളിലോ മമ്മൂക്ക ചെയ്തത് ആ ജയറാമിൻ്റെ പടത്തിൽ, അത് മമ്മൂക്ക ചോദിച്ചു വാങ്ങിച്ചതാണ്. അപ്പം അങ്ങനെ ചെയ്യണമെങ്കിൽ ആ ഒരൊറ്റ ഇതേ ഉള്ളൂ. മിഥുൻ മാനുവൽ തോമസ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ്റെ കഴിവ് കണ്ടിട്ട് തന്നെയാണ് മമ്മൂക്ക ചോദിച്ചത്. പിന്നെ നമ്മളെ സുരേഷ് ഗോപിൻ്റെ ഗരുഡൻ, എന്താ പടം. അപ്പോൾ ഇത് അതുപോലെയുള്ളൊരു സംഭവം തന്നെയാണ്, ഒരു വെറൈറ്റി സംഭവം തന്നെയാണ് ടർബോ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ നിർമ്മാണം മമ്മൂട്ടി കമ്പനി തന്നെയാണ്. മമ്മൂക്കയല്ലേ നിർമ്മിക്കുകയും ചെയ്യുന്നത്. അയാൾക്ക് അത്ര വലിയ കോൺഫിഡൻസ് മാത്രമേ നിർമ്മാണത്തിന് ഇറങ്ങുള്ളൂ. ഇതിന് മുന്നേ നിർമ്മിച്ചത് നമുക്കറിയാം, ഏതാണ്? നമ്മുടെ കണ്ണൂർ സ്ക്വാഡാണ് നിർമ്മിച്ചത്. അത് കോടികളാണ് വാരിയത്. ഈ മനുഷ്യൻ ഇത് എന്ത് ഭാവിച്ചാന്നറിയില്ല. എന്തൊക്കെ ആയാലും 2024 ഈ നമ്മുടെ മലയാള സിനിമക്കെന്ന് പറഞ്ഞാൽ ശുക്രദശയാണ്. മലയാള സിനിമക്കല്ലാട്ടാ, മലയാളത്തിലെ തിയേറ്റർ ഉടമകൾക്ക്. കാരണം എന്താ വെച്ചാൽ മലയാള സിനിമക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ സിനിമയും വിജയിക്കണ്ടേ. നിലം തൊടാണ്ട് പോകുന്ന ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. പക്ഷേ തിയേറ്റർ ഉടമകൾക്ക് നല്ല സുഖമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ പടവും ഇങ്ങനെ കോടികൾ വാരുമ്പോൾ അവർക്ക് അതിൻ്റേതായ ഷെയറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് അവർക്കൊന്ന് പച്ച പിടിക്കാൻ കഴിയും. ഇനിയിപ്പോൾ ടർബോ ആണ് പ്രതീക്ഷ. ഈ ഒരു മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററുകാർക്ക് ചാകരിയാണ്. ടർബോ അല്ലേ വരാൻ പോകുന്നത്. പരമാവധി സ്ക്രീനിൽ അവർ ആളെ നിറക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മമ്മൂക്കാനെ പറ്റിയിട്ട് മോശം പറയുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മുടെയൊക്കെ സ്വകാര്യ അഹങ്കാരവും അതുപോലെ തന്നെ നമ്മുടെ ഈ മലയാള സിനിമയുടെ ഒരു എന്നാ പറയേണ്ടത്, ഒരു ലെജൻഡറി എന്നൊക്കെ പറയില്ലേ, അത് എന്ന് പറയുന്നത് മമ്മൂക്ക തന്നെയാണ്.
ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശരി. കാരണം ഇന്ത്യൻ സിനിമയുടെ ഒരു ഇതിഹാസം എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ചോദിച്ചാൽ മമ്മൂക്കാൻ്റെ പേര് മടികൂടാതെ പറയാം. അയാളൊരു കോളേജാണ്, ഒരു യൂണിവേഴ്സിറ്റിയാണ് മമ്മൂക്ക. അല്ലാതെ ഈ പിന്നെ എന്താ പറയേണ്ടത്, ഇമാതിരി വേഷങ്ങളൊക്കെ ഈ പ്രായത്തിൽ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചലഞ്ചിങ് തന്നെയല്ലേ. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അതായത് മറ്റുള്ള നടന്മാർ ചെയ്യുന്നത് പോലെ താനല്ല ഇത് മൊത്തം, അങ്ങനെയല്ല. ഈ സിനിമയിൽ അഭിനയിക്കുന്ന ഓരോ ആൾക്കാരും അവരുടെ വേഷം, അതായത് ബിന്ദു പണിക്കരൊക്കെ വരുന്നുണ്ട് ഇതിനകത്ത്. ആ ബിന്ദു പണിക്കരുടെ ആദ്യത്തെ ആ ചോദ്യം തന്നെ നമുക്കൊരു വലിയൊരു ഫീലാണ് തരുന്നത്. അപ്പോൾ വീണ്ടും കോടിയിലേക്ക് തന്നെയാണ് മലയാള സിനിമ പോകുന്നത്. ഇതൊരു 200-250 കോടി പ്രതീക്ഷിക്കാം നമുക്ക്. കാരണം അത്രമാത്രം ജനങ്ങളാണ് ഇതിനുവേണ്ടി കാത്തിരുന്നത് എന്നുള്ളതാണ്. എത്ര ഫൈറ്റാണ് ആ ഒരു ട്രെയിലറിൽ തന്നെ കാണിച്ചത്. ട്രെയിലർ ഞങ്ങളുടെ കാണിക്കുന്നില്ല കേട്ടോ, കാരണം നിങ്ങളിത് കണ്ടു, എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇത്. പിന്നെ ഞാൻ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ആ ഒപ്പീനിയൻ, അതായത് മമ്മൂക്ക സിനിമ നിങ്ങളെല്ലാവരും കാണണം, കണ്ട് നിങ്ങൾ വിജയിപ്പിക്കണം എന്ന് ഞാൻ പറയില്ല. കാരണം വെച്ചാൽ വിജയിച്ചു ഓൾറെഡി. ഇന്ന് ട്രെയിലർ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് എന്ന് പറഞ്ഞാൽ മില്യൺ കണക്കിന്, അതായത് 10 മില്യൺ അങ്ങനത്തെ വ്യൂസ് പോയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്ര ആൾക്കാരാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതെന്ന്. പിന്നെ ഇതെല്ലാം ഉണ്ട്, മറ്റേ ഈ ഗൾഫ് കൺട്രിയിലെല്ലാം വരുന്നുണ്ടല്ലോ സിനിമ. അപ്പോൾ ഒരു ഉത്സവം തന്നെയാണ് ഇനി ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നത് ഒരു പ്രത്യേക ഉത്സവം തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സിനിമ കാണുക. പിന്നെ ഫഹദ് ഫാസിൽ പറയുന്ന പോലെ സിനിമയെ എടുക്കുക, അല്ലാതെ വൈകാരികമായിട്ടങ്ങ് ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിനിമ കാണുക, അതാണ് നമ്മൾ ആരുടെ വന്നു കഴിഞ്ഞാൽ സിനിമ കാണുക എന്ന് വിചാരിച്ചിട്ട് തേഞ്ഞൊട്ടുന്ന ആൾക്കാരെ സിനിമ കാണാതിരിക്കുക. വെറുതെ എന്തിനാ 100 രൂപ കൊണ്ട് കളയുന്നത്? 120 അല്ല, ഇപ്പം 150, 120, 130 അങ്ങാറ്റാ ഇപ്പോൾ സിനിമക്ക്. പല സ്ഥലത്തും പല റേറ്റാണ്. അപ്പം അങ്ങനെ ഈ ടെർബോ എന്ന് പറയുന്നൊരു സിനിമ ഒരു സംഭവമായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഒരു അലയൊളികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പിന്നെ ഹേറ്റേഴ്സും ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. അതായത് എപ്പോൾ പറയാനില്ലല്ലോ, മമ്മൂക്കാൻ്റെ സിനിമ ഇറങ്ങുമ്പോൾ മാത്രം ഈ ചൊറിച്ചലെഴുതുന്ന കുറേ ടീമുകളുണ്ടല്ലോ, ആ ചൊറിച്ചൽ ടീമുകളും ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് നമ്മൾ ചില കമൻറ്റുകളിലൊക്കെ കാണാനും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പല ആൾക്കാരും വളരെ മോശമായ രീതിയിൽ ആ മനുഷ്യൻ എങ്ങനെയുള്ളതാണെന്ന് നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാണ് ഈ ചൊറിച്ചിലുള്ള ടീമുകൾ ഇറങ്ങുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ല, ഇവന്മാർ ഇനി ചൊറിഞ്ഞുകൊണ്ട് മമ്മൂട്ടീൻ്റെ പിന്നെ പടങ്ങ് പൊട്ടുമോ, അല്ല മമ്മൂട്ടീൻ്റെ പടം ഇല്ലാതാവുമോ? ബ്രഹ്മയുഗം എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയപ്പോഴും ചൊറിച്ചൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമ്മാതിരി ചൊറിച്ചലായിരുന്നു ചില ആൾക്കാർക്ക്. എന്തൊക്കെയാ പറഞ്ഞ് ഇളക്കീനി. അതായത് ബ്രഹ്മയുഗം അങ്ങനെയാണ്, ബ്രഹ്മയുഗം ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് കോടികളാണ് അത് തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്തത് എന്നുള്ളതാണ്. മനസ്സിലാക്കണം നിങ്ങൾ. അപ്പം അങ്ങനെ ഇനി എത്രത്തോളം ഈ മനുഷ്യൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് മലയാളികളില്ലേ ഇത്രയേ ഉള്ളൂ. പിന്നെ വേറെ മെഴുകുന്നവന്മാരങ്ങ് മെഴുകിക്കോ, അത്ര തന്നെ. മെഴുകുന്നവന്മാരങ്ങ് മെഴുകിക്കോ. നമ്മൾ പ്രതികരിക്കാൻ വരും, അല്ലെങ്കിൽ വേറെ എന്തോ ഒരു സംഭവമാക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചൊറിച്ചലെഴുതുന്നത് ഞാൻ ലാലേട്ടൻ ഫാനാണെന്നൊന്നും ഞാൻ പറയില്ല. ഇതൊരു വിഭാഗം ആൾക്കാരാണ്. ഒരു വിഭാഗം കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരങ്ങ് വന്നിട്ട് ഈ മെഴുകുകയാണ്. അതായത് അവർക്ക് മമ്മൂട്ടി എന്നുള്ളൊരു പേര് കേൾക്കുമ്പോൾ അവർക്ക് ചൊറിച്ചലിളകും. അങ്ങ് ഇളകലാണ് അവർക്ക്. മമ്മൂട്ടിൻ്റെ സിനിമ നോക്കൂല. മമ്മൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ അവർക്കൊരു അലർജി പോലെയാണ്. അതുകൊണ്ടാണ് ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് വളരെ മോശമായ രീതിയിൽ ആ മനുഷ്യനിങ്ങനെ പറയുന്നത് എന്നുള്ളതാണ്. അപ്പം നമ്മുടെ സിനിമാ പ്രേക്ഷകർ മുഴുവൻ ഇതിനെതിരെ അണിനിരക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.